ഞാനൊരു ചിന്ന ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ജീവിതത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു കത്ത് എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ പുതിയ തലമുറ ഏതാണ്ട് 10 വയസ്സും 5 വയസ്സും ഒക്കെ ഉള്ള കുട്ടികളും നമ്മുടെ ഈ മോർണിംഗ് ഷോയ്ക്ക് പ്രേക്ഷകരായിട്ടുള്ളത് കൊണ്ട് അവർ പറയുന്ന മറുപടി എനിക്കറിയാം. ഞങ്ങൾ ഇതുവരെ കത്ത് കിട്ടിയിട്ടുമില്ല, നമ്മൾ കത്തോട്ട് എഴുതിയിട്ടുമില്ല. അവർക്കെല്ലാം വാട്സപ്പ് സന്ദേശമാണ് അല്ലെങ്കിൽ മെയിലാണ്. പക്ഷേ ഈ വാട്സപ്പിൻ്റെ കാലത്ത് ഇയാൾ എന്തൊരു മനുഷ്യൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണത് എന്ന് എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ തിരിച്ച് ചോദിക്കുമെന്നുള്ളത് എന്തായാലും. പക്ഷെ ഒരു കത്തിൽ ഒരു ഹൃദയം ഉണ്ടാകും, ഒരു ആത്മാവുണ്ടാകും. ഒരിക്കലെങ്കിലും കത്തെഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾ അങ്ങനെ പറയും. കാര്യം കത്തിലെ അക്ഷരങ്ങളിൽ ആത്മാവ് ഇങ്ങനെ കിടക്കും. എന്നാൽ നിങ്ങൾ ഇമെയിൽ അടിക്കുമ്പം അത് വെറും ഒരു മെക്കാനിക്കൽ പ്രോസസ്സായിട്ടോ ഒരു സാങ്കേതിക പരിപാടിയായിട്ട് മാത്രമേ തോന്നൂ. നമ്മൾ എഴുതുന്ന കത്തുകൾക്ക് ജീവനുണ്ടാകും എന്ന് ചിലരൊക്കെ പറയാറുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും ആളുകളെ കത്ത് വായിക്കും. ചിലപ്പോൾ എൻ്റെ പേഴ്സണൽ ഫയലിലൊക്കെ തന്നെ വളരെ പ്രശസ്തരായ ചില വ്യക്തികളുടെ കത്തുകൾ ഞാൻ സൂക്ഷിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് വൈക്കം മുഹമ്മദ് ബഷീറും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാത്ത ചില ആൾക്കാരുടെ കത്തും എന്നെ ആകർഷിച്ച ചില കുറിപ്പുകളൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ വിളച്ചേട്ടനെ പോലെയുള്ള ചില ആളുകൾ എഴുതിയ കത്ത്. അപ്പോൾ ഈ കത്തൊക്കെ നമ്മൾ ഒരു 30 കൊല്ലം കഴിഞ്ഞ് വായിക്കുമ്പോഴും ആ പഴയ കാലം നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഊളിയിട്ട് ഉണർന്ന് എഴുന്നേറ്റ് വരും എന്നുള്ളതാണ് വളരെ സന്തോഷം. അപ്പോൾ ഈ നമ്മളൊരു കത്ത് വായിക്കുമ്പോൾ ഈ കത്ത് എഴുതിയ ആളിൻ്റെ ശബ്ദം പോലും നമ്മുടെ തലച്ചോറിൽ എവിടെയോ മിന്നായം പോലെ മറഞ്ഞു എന്ന് വരാം. നമുക്ക് ആ ശബ്ദം മനസ്സിൽ ഓർമ്മ വരും. യുദ്ധമുഖത്ത് നിന്നും ജയിലുകളിൽ നിന്നും ആളുകൾ എഴുതുന്ന കത്തുകൾക്കുള്ള തീക്ഷ്ണത നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പട്ടാള ക്യാമ്പുകളിൽ നിന്ന് ഭാര്യയ്ക്ക് എഴുതിയ കത്തുകൾ, പട്ടാളക്കാരെഴുതുന്ന കത്തുകൾ, അതൊക്കെ തന്നെ ജീവൻ തുടിച്ചു നിൽക്കുന്ന ആത്മാവിൻ്റെ അംശമുള്ള കത്തുകളാണ്. രാഷ്ട്രീയ ഉള്ളടക്കമുള്ള കത്തുകൾ ചരിത്രരേഖകളാണ്. അപ്പം ജവഹർലാൽ നെഹ്റു എഴുതിയ കത്തുകളൊക്കെ ചരിത്രരേഖകളാണ്. ലെറ്റേഴ്സ് ഫ്രോം പെക്കിംഗ് എന്നൊരു ഇംഗ്ലീഷ് നോവലുണ്ട്. പേളസ് ബക്ക എന്ന എഴുത്തുകാരനാണ് ഈ നോവൽ എഴുതിയത്. നോവലിലെ പ്രധാന കഥാപാത്രമായ എലിസബത്ത് അമേരിക്കക്കാരിയാണ്. ചൈനക്കാരനായ ജെറാൾഡിനെ ഇവർ കല്യാണം കഴിച്ചു. കുറെ കാലം കഴിഞ്ഞ് അവർ ചൈനയിലേക്ക് താമസം മാറ്റി എലിസബത്ത്. എന്നാൽ ചൈന ജപ്പാൻ യുദ്ധം മുറുകിയതോടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഈ അമേരിക്കക്കാരെ മുഴുവൻ പുറത്താക്കി. അങ്ങനെ എലിസബത്തും അമേരിക്കയിലേക്ക് മടങ്ങി. എന്നാൽ ഓരോ 6 മാസം കൂടുമ്പോഴും ഈ ജെറാൾഡിൻ്റെ ഒരു കത്ത് വരും അമേരിക്കയ്ക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആവേശഭരിതയാകും. ഈ കത്ത് കിട്ടാനുള്ള കാത്തിരിപ്പിലായിരുന്നു എലിസബത്തിൻ്റെ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. തൻ്റെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നതിനുള്ള ഏക തെളിവും ഇങ്ങനെ 6 മാസത്തിൽ ഒരിക്കൽ വന്ന കത്തായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ആർക്കെങ്കിലും ഒരു കത്തെഴുതാൻ സമയം മാറ്റിവെച്ചാൽ എക്കാലവും ഒരു കടലാസ് കഷണത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അംശം ഉണ്ടാകും. വാട്സപ്പിൻ്റെ കാലത്ത് തന്നെയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ആ പ്രേമലേഖനം എഴുതിയ ആളുകൾക്കറിയാം. പ്രണയലേഖനം എഴുതിയിട്ടുള്ള അക്ഷരങ്ങളുടെ ആ പ്രണയ സൗരഭ്യം ഉണ്ടല്ലോ, അതൊരിക്കലും വാട്സപ്പിനും ഇമെയിലിനും ഉണ്ടാക്കാൻ പറ്റില്ലെന്നേ. അത് കാരണം പ്രിയമുള്ളവളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ എഴുതിയ കത്തുകളൊക്കെ ഉണ്ടല്ലോ, ആ കത്തുകളൊക്കെ എന്ന് വെച്ചാൽ സൗരഭ്യം നിറഞ്ഞ് ഇങ്ങനെ പരിരസിച്ചുകൊണ്ടേയിരിക്കും. റൊമാൻറ്റിക്.